പാല ദിയ ബിനു പുളിക്കക്കണ്ടത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ദിയ ബിനു പുളിക്കക്കണ്ടം എന്ന 21 വയസ്സുകാരി പാലായുടെ പുതിയ മേയറാവുന്നു. പാലായിലും പുതിയ ചരിത്രം ഉണ്ടാവുകയാണ്. അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും കൂടെ അവർ രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൗൺസിലർമാരായി. ആ വനിതാ സംവരണമാണ് പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ. പഴയ കേരള കോൺഗ്രസ് ഫാമിലിയാണ്. പിന്നീട് CPM-ന്റെ അടക്കം കൗൺസിലറായിരുന്നു ബിനു പുളിക്കക്കണ്ടം. ഇപ്പോൾ ദിയ ബിനു പുളിക്കക്കണ്ടം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പതിനാല് കൗൺസിലർമാരുടെ പിന്തുണ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിട്ടുകയാണ്. 3 പേർ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ, ബാക്കി UDF-ന്റെ കൗൺസിലർമാർ. 1985 ശേഷം കേരള കോൺഗ്രസ് അല്ലാത്ത ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ പാലായും കേരള കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടം. നമ്മൾ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയാണ്. പാല മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ദിയ ബിനു പുളിക്കക്കണ്ടം ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയശക്തിയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥിയായും വിശ്വാസ്യതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലാ മുനിസിപ്പൽ ചെയർപേഴ്സണായി ദിയ ബിനു പുളിക്കക്കണ്ടം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ കേരള കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലം ആദ്യം, പിന്നീട് പാലാ നിയമസഭാ മണ്ഡലം, ഇപ്പോൾ ഇതാ പാലാ മുനിസിപ്പാലിറ്റിയും നഷ്ടമായിരിക്കുന്നു കേരള കോൺഗ്രസ്. രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരനായി ജോസ് കെ മാണി. ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുകയാണ് മധ്യ കേരളത്തിൽ. കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകമായിരുന്ന പാലായിൽ ഇതാ ഒരു കേരള കോൺഗ്രസ് ഇതര ചെയർപേഴ്സൺ വന്നിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടം കോൺഗ്രസിന്റെയും UDF-ന്റെയും പിന്തുണയോടുകൂടി പാലായിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുന്നു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിവരങ്ങൾ വരികയാണ്. PP മുഹമ്മദ് റാഫി, CPIM-ൽ നിന്നുള്ള PP മുഹമ്മദ് റാഫി നീലേശ്വരം മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്നു. പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സണായി UDF-ൽ നിന്ന് KS സംഗീത തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരം ഉടനെ വരും. VV രാജേഷ് മേയറായിക്കൊണ്ട് MLA അടക്കം സാക്ഷ്യം വഹിക്കുന്നു. ശ്യാം പ്രസാദ് ഉണ്ട്. ശ്യാം, ദിയ ബിനു പുളിക്കക്കണ്ടം പ്രതീക്ഷിച്ചതുപോലെ 14 വോട്ട് നേടിക്കൊണ്ടാണ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. വിശദാംശങ്ങൾ. അഭിലാഷ്, അങ്ങനെ 14 വോട്ടുകളുടെ പിന്തുണയോടുകൂടി ദിയ ബിനു പുളിക്കക്കണ്ടം ഇപ്പോൾ പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 1985 ശേഷം ഇതാദ്യമായാണ് കേരള കോൺഗ്രസ് ഇതര ഭരണം പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്നത്. അതും പുളിക്കക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മ എന്ന പേരിൽ 3 കൗൺസിലർമാർ ജയിച്ചു വരികയും അതുകൂടാതെ ഒരു കോൺഗ്രസിൻ്റെ വിമത കൗൺസിലറും ജയിച്ചു. അങ്ങനെ 10 UDF കൗൺസിലർമാർ ഉണ്ടാകുന്നു. അങ്ങനെ ആ 14 പേർ ഇതാ ദിയ ബിനു നിലവിലെ എല്ലാ കൗൺസിലർമാർക്കും ഷെയ്ഖാൻ്റെ കൊടുത്ത് ആലിംഗനം ചെയ്ത് എല്ലാവരുടെയും അനുഗ്രഹാശംസകൾ വാങ്ങുകയാണ്. അല്പം മുമ്പായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞത്. അങ്ങനെ പാലായിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാഴ്ച. നിലവിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലയിലെ MLA സ്ഥാനമില്ല, അതോടൊപ്പം തന്നെ MP സ്ഥാനമില്ല. ഇപ്പോഴിതാ മുനിസിപ്പാലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിലവിൽ 10 കൗൺസിലർമാർ മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉള്ളത്. എന്തായാലും വലിയ ട്വിസ്റ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നത്. UDF-ൽ പോകുമോ അതോ LDF-ൽ പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പുളിക്കക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മയെ ഇരു കൂട്ടരും സ്വാധീനിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ UDF-നൊപ്പം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ UDF-നൊപ്പം നിൽക്കുകയും അങ്ങനെ ഇപ്പോൾ ദിയ ബിനു പുളിക്കക്കണ്ടം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ്. അഭിലാഷ്.